ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു സബ്സ്ക്രൈബർ കമൻറ്റ് വന്ന് പറഞ്ഞ് ഇതിനെ പറ്റിയാണ്. പ്രൈവറ്റ് പാർട്ട് ഇച്ചിങ്, ബാഡ് ഓർഡർ ഓഫ് ദ ബോഡി ആൻഡ് ഡാർക്ക്നെസ് ഓഫ് ദ പ്രൈവറ്റ് ഏരിയ. അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്പർ 1, പ്രൈവറ്റ് പാർട്ട് ഇച്ചിങ്. അപ്പോൾ ഗ്രോയിങ് റീജിയണിൽ എപ്പോഴാണ് ഇച്ചിങ് വരുന്നതിൻ്റെ മെയിൻ കാര്യം നമ്മുടെ ക്ലൈമറ്റാണ്. സമ്മർ സീസൺ ആൻഡ് ഹ്യൂമിഡ് ടൈമുകളിൽ ഭയങ്കര ഇച്ചിങ് ആയിരിക്കും. അതൊരു വലിയ റീസൺ ആണ്. അവിടെ നടക്കുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ്. ഒരു റിംഗ് ഷേപ്പിൽ ഒരു ഫംഗൽ ഇൻഫെക്ഷൻസ് പോലെ അവിടെ ഉണ്ടായിരിക്കും. അത് കോമൺ കോസാണ് ഈ ഒരു സമയത്ത്, ഈ ഒരു ക്ലൈമറ്റിൻ്റെ സമയത്ത്. ചോക്ക് ഇച്ച് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. രണ്ടാമത്തേത് എക്സസീവ് എക്സസൈസ് ചെയ്യുന്നതും അത്ലറ്റ്സിനൊക്കെ ഇത് കൂടുതലായിട്ടുണ്ടാകും. എക്സസ് ആയിട്ട് സ്വെറ്റ് ആകുന്നവരിലും പിന്നെ ഹാർഷ് ഓർ കെമിക്കൽ പ്രൊഡക്റ്റുകൾ ലൈക്ക് സോപ്പ്, ഡിറ്റർജൻറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ ഇച്ചിങ് നന്നായിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഫ്രീക്വൻ്റായിട്ട് എപ്പോഴും നമ്മുടെ ഗ്രോയിങ് ഏരിയ കഴുകുമ്പോഴും വെറ്റായിട്ട് തന്നെ ഇരിക്കുമ്പോഴും പെട്ടെന്ന് തന്നെ ഈ ഇച്ചിങ് കോസ് ഉണ്ടാകും. പിന്നെ എപ്പോഴും ചൊറിയുമ്പോഴത്തേക്കും ഈ ഇച്ചിങ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ യൂറിനുമായിട്ടുള്ള കോണ്ടാക്ട് അവിടെ കൂടുതൽ വരുമ്പോഴും ഇച്ചിങ് ഉണ്ടാകും. ലോ ഈസ്ട്രജൻ ലെവൽ ഉണ്ടെങ്കിലും ഇത് വരാറുണ്ട്. ലോ ഈസ്ട്രജൻ ലെവൽ നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കാനും ഇച്ചിനെസ് കുറച്ച് കൂടുതൽ കൂട്ടും. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കോസസ്. ഡേർട്ടി ആയിട്ടുള്ള അണ്ടർവിയേഴ്സ് ഉപയോഗിക്കുമ്പോഴും ഇങ്ങനത്തെ ഇച്ചിങ് ഉണ്ടാകാറുണ്ട്. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഹോം റെമഡീസ് എല്ലാം ഡോക്ടർ റെക്കമെൻഡ് ചെയ്തതും അതുപോലെ വർഷങ്ങളായിട്ട് ആളുകൾ പിന്തുടരുന്നതുമാണ് ഗായ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇൻഫോർമേറ്റീവ് ആണ്, ഹെൽപ്ഫുൾ ആണെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതും കൂടാതെ ഗായ്സ് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഇത് അറിഞ്ഞുകൂടാത്ത പലരും ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കും ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഇങ്ങനൊരു വീഡിയോ ഇടുന്നത്. നമുക്ക് റെമഡി ഗായ്സ് ബാത്ത് ഓയിലാണ്. അപ്പോൾ ബാത്ത് ഓയിലിനായിട്ട് നമുക്ക് ഓയിൽ വേണം. നമ്മുടെ ഇവിടെ കേരളയിൽ ഏറ്റവും കൂടുതൽ അവൈലബിലിറ്റി ഉള്ളത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്യുവർ ആയിട്ടുള്ള വെളിച്ചെണ്ണ എടുക്കാം, അല്ലെങ്കിൽ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ബട്ട് വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിൽ, പാരച്യൂട്ടിൻ്റെ ഫ്രാഗ്രൻസസ് ഓയിൽ ഇതൊന്നും ഉപയോഗിക്കരുത്. ഹാർഷ് കെമിക്കൽസ് ഉള്ളതും ഫ്രാഗ്രൻസ് ഉള്ള ഓയിൽസുകളും യൂസ് ചെയ്യരുത്. അത് മസ്റ്റാണ്. അല്ല ഒരു സാധാരണ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള എണ്ണ ഉപയോഗിക്കുക. അത് അവിടെ സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വാഷ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഒന്നാമത്തെ റെമഡി. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു റെമഡി കൂടിയാണ്. രണ്ടാമത്തെ റെമഡി ബേക്കിംഗ് സോഡ പേസ്റ്റ് ആണ് ഗൈസ്. 1/4 കപ്പ് ബേക്കിംഗ് സോഡ വാട്ടറിൽ ചാലിച്ച് ഒരു പേസ്റ്റ് ആക്കുക. എന്നിട്ട് നിങ്ങളുടെ അഫക്റ്റഡ് ഏരിയയിൽ തേക്കുക. 20 മിനിറ്റിന് ശേഷം വാഷ് ഓഫ് ചെയ്യുക. ഇത് തേക്കുന്നതിന് മുമ്പ് എവിടെയെങ്കിലും സ്കിന്നിലൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇപ്പം നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും റിയാക്ഷനോ അതിൽ നിന്ന് എന്തെങ്കിലും കോസോ വരുന്നുണ്ടോ എന്ന് നോക്കണം. ചിലവർക്ക് എല്ലാ ഹോം റെമഡീസും പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഈ പറയുന്ന ഹോം റെമഡീസ് എല്ലാം ട്രൈ ചെയ്യുന്നതിന് മുമ്പും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഈ ബേക്കിംഗ് സോഡ റെസിപ്പിയും വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതും വളരെ എഫക്റ്റീവ് ആയിട്ടൊരു റെമഡി കൂടിയാണ്. ഇത് രണ്ടുമാണ് മെയിൻലി ആയിട്ടുള്ള ഹോം റെമഡീസ്. ഇനി ഈ കോസിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതിനുവേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ആദ്യം കോട്ടൺ ആയിട്ടുള്ള അണ്ടർവിയേഴ്സ് യൂസ് ചെയ്യുക. ഹൈജീനിക് ആയിട്ടുള്ള അണ്ടർവിയേഴ്സും യൂസ് ചെയ്യുക. എപ്പോഴും വാഷ് ചെയ്തിട്ടുള്ള അണ്ടർവിയേഴ്സും യൂസ് ചെയ്യുക. രണ്ടാമത്തെ പോയിന്റ്, സെൻറ്റഡും അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള സോപ്പുകളും ബബിൾ ബാത്തും അങ്ങനത്തെ ലിക്വിഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിക്കാൻ നോക്കുക. കെമിക്കൽ ഫ്രീ കൂടി ആയിട്ടുള്ളതും കൂടെ ചൂസ് ചെയ്താൽ അത്രയും നല്ലത്. മൂന്നാമത്തെ പോയിന്റ്, ചൂസ് ലൂസ് ഫിറ്റിംഗ് ക്ലോത്ത്സ്. ഇപ്പോൾ ക്ലൈമറ്റിനനുസരിച്ച് ഡ്രസ്സ് ചെയ്യുക. സമ്മർ സീസണിലൊക്കെ ആകുമ്പോൾ കൂടുതൽ നമ്മൾ കോട്ടൻ്റെ ഡ്രസ്സുകളാണല്ലോ ധരിക്കുന്നത്. അപ്പം പ്രിഫർ ഇങ്ങനത്തെ കോസുള്ളവർ ലൂസ് ഫിറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് കുറച്ചെടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ അതൊന്ന് സോൾവ് ആകുന്ന വരെ ഉപയോഗിക്കുകയാണെങ്കിലും വളരെ നന്നായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രിവെൻറ്റേഷൻ. സെൻറ്റഡ് പ്രൊഡക്ട്സും ഉപയോഗിക്കാതിരിക്കുക മസ്റ്റാണ്. രണ്ടാമത്തെ ടോപ്പിക്, ബാഡ് ഓർഡർ ഫ്രം അവർ ബോഡി. നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള ദുർഗന്ധത്തെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ വിയർക്കുമ്പോൾ, നമ്മുടെ ശരീരം വിയർക്കുമ്പോൾ നമ്മുടെ സ്വെറ്റും ഈ വാട്ടറും ഈ ഉപ്പും അതുപോലെ ഫാറ്റും ഈ ശരീരത്തുള്ള ബാക്ടീരിയയും കൂടെ മിക്സ് ആകുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ ദുർഗന്ധം വരുന്നത്. അപ്പോൾ ഈ ബാഡ് ഓർഡർ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് അടുത്ത പറയാൻ പോകുന്നത്. ഡെയിലി കുളിച്ചിരിക്കണം ഗൈസ്. കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ആൻറ്റി ബാക്ടീരിയൽ, pH ബാലൻസ്ഡ് ആയിട്ടുള്ള ആൻറ്റി ബാക്ടീരിയൽ സോപ്പുകൾ ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ ശരീരത്തുള്ള ഈ ബാക്ടീരിയയുടെ ഗ്രോത്തിന് അത് കുറയ്ക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ
ക്ലോത്തുകൾ, നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ നമ്മൾ ആക്ടിവിറ്റിയുമായിട്ട് മാച്ച് ആകുന്ന രീതി ധരിക്കണം. അതുപോലെ ക്ലീൻ ആയിട്ടുള്ള ക്ലോത്തുകൾ എപ്പോഴും ഉപയോഗിക്കുക. ഇട്ട വസ്ത്രങ്ങൾ തന്നെ വീണ്ടും വീണ്ടും കഴുകാതെ ഇടാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം. രണ്ടാമത്തേത് നമ്മുടെ ഡയറ്റ്. ചില സമയം നമ്മൾ എക്സസീവ് ആയിട്ടുള്ള ഫാറ്റ് ഫുഡൊക്കെയാണ് നമ്മൾ കഴിക്കുന്നതെങ്കിലും നമുക്ക് ഇങ്ങനത്തെ ബാഡ് ഓർഡർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഡയറ്റ് കുറച്ചും കൂടെ നമ്മുടെ ഹെൽത്തിനെയും കൂടെ ഫോക്കസ് ചെയ്തുകൊണ്ടും കൂടെ മാറ്റുക. പിന്നെ വരുന്നത് ട്രൈ റിലാക്സേഷൻ ടെക്നിക്സ്. നമുക്ക് കൂടുതലും സ്ട്രെസ്സും അല്ലെങ്കിൽ ഭയങ്കര ആൻസൈറ്റി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴും നമ്മുടെ ശരീരത്തെ ശ്രദ്ധിക്കാതെ വരുന്ന സമയത്തും ഇങ്ങനെ ദുർഗന്ധം നമ്മുടെ ശരീരത്തിൽ നിന്ന് വരാം. അതുകൊണ്ട് റിലാക്സേഷൻ ടെക്നിക്കായ പ്രാണായാമം, മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ എടുക്കുക. അതും നിങ്ങളെ ഹെൽപ്ഫുള്ളാക്കും. ഇനി ഹോം റെമഡീസിലേക്ക് കടക്കാം. രണ്ടാമത്തെ ഹോം റെമഡി യൂഡിക്കൊളോണാണ് ഗൈസ്. അതൊരു ലിക്വിഡാണ്. നിങ്ങൾക്ക് ഷോപ്പുകളിൽ നിന്നും മെഡിക്കൽ സ്റ്റോറിൽ നിന്നും ഒക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതായിരിക്കും. അത് നിങ്ങൾ കുളിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും 1 കപ്പ് വെള്ളത്തിൽ അതിന് ഒരടപ്പ് യൂഡിക്കൊളോൺ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ശരീരത്തിൽ ഒഴിച്ച് ഇറങ്ങാം. രണ്ടാമത്തെ ഹോം റെമഡി എന്ന് പറയുന്നത് എസെൻഷ്യൽ ഓയിലാണ്. സെയിം ആണ്. ഇവിടെ യൂഡിക്കൊളോണിന് പകരം എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യുക. നല്ല നാച്ചുറൽ ആയിട്ടുള്ള എസെൻഷ്യൽ ഓയിൽ ഉപയോഗിക്കുക. ഇനി കഴിയാറാകുമ്പോൾ ലാസ്റ്റ് കപ്പിലേക്ക് ഒരു 5 ഡ്രോപ്പ് എസെൻഷ്യൽ ഓയിൽ, അതിൻ്റെ ഫ്രാഗ്രൻസ് നോക്കിയിട്ട് ഒഴിക്കുക. എന്നിട്ട് അതിലെ വെള്ളം നിങ്ങൾ ദേഹത്ത് ഒഴിച്ച് ഇറങ്ങാവുന്നതാണ്. രണ്ടാമത്തേത് നമ്മുടെ ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ വെള്ളത്തിൽ ചാലിച്ച് ഒരു പേസ്റ്റ് ആക്കുക. ഏറ്റവും കൂടുതൽ നമ്മൾ വിയർക്കുന്ന എവിടെയാണോ ആ സ്ഥലത്ത് ഈ പേസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് നിന്നതിന് ശേഷം വാഷ് ഓഫ് ചെയ്യുക. അത് നമ്മുടെ എക്സസൈസ് സ്വെറ്റിനെ കൺട്രോൾ ചെയ്യും. നാലാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് റോസ് വാട്ടർ ആണ് ഗൈസ്. റോസ് വാട്ടർ വെള്ളത്തിൽ ഒഴിച്ച് കുളിക്കുക. അപ്പോൾ ഇതാണ് 4 റെമഡീസ് ഫോർ ബാഡ് ഓഡർ. നിങ്ങൾ ഈ റെമഡീസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പ്രിവെൻറ്റേഷൻ നോക്കുക. അതാണ് ഏറ്റവും നല്ല സൊല്യൂഷൻ. മൂന്നാമത്തെ ടോപ്പിക് പ്രൈവറ്റ് ഏരിയ ഡാർക്ക്നെസ്. അപ്പോൾ ഇത് നമ്മുടെ ജെനറ്റൽ സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടായതുകൊണ്ട് തന്നെ ജെനറ്റൽ ഏരിയയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ആ ജെനറ്റൽ ഏരിയയുടെ ഹോർമോൺസായ എസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ പുതിയ ഒരു ഹോർമോണിനെ സെക്രേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് മെലാനിൻ. അപ്പോൾ ഈ മെലാനിൻ്റെ പ്രൊഡക്ഷൻ അവിടെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ പ്രൈവറ്റ് ഏരിയ എപ്പോഴും ഡാർക്ക് ആയിട്ടിരിക്കുന്നത്. അത് വളരെ കോമൺ ആണ്. അപ്പോൾ ഇവിടെ ഞാൻ ഹോം റെമഡീസ് ഒന്നും അതിന് റെക്കമെൻഡ് ചെയ്യില്ല. അത്രയും അതിനെ ലൈറ്റ് ആക്കണം എന്നുള്ളവർക്ക് മെഡിക്കൽ ഹെൽപ്പ് തേടാവുന്നതായിരിക്കും. ഇതൊന്നും മാത്രമേ അത് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഡോക്ടറിനെ ആ ഒരു കാര്യത്തിന് കാണാവുന്നതാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻസ് എല്ലാം ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ കണ്ടത്. നിങ്ങൾക്ക് അങ്ങനെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം. അതുപോലെ ഈ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എത്തേണ്ടടുത്തും കൂടെ ഷെയർ ചെയ്തിരിക്കുക ഗൈസ്. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്തിരിക്കുക. നിങ്ങൾക്ക് ഇനി ഇതുപോലത്തെ എന്തെങ്കിലും ടോപ്പിക്കിൻ്റെ ആവശ്യമുണ്ടെങ്കിലും കമൻറ്റ് പറയുക. ഞാൻ മാക്സിമം വീഡിയോ ഇടാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാൻ ഗൈസ്. ബൈ.